സാം, ഗ്ലാസ് പൊട്ടിക്കുമോ ഇവറ്റകൾ? ആ, അറിയില്ല. ചെന്നായ്ക്കൾ വലിയ ശബ്ദത്തിൽ ഓലിയിട്ടു. സാം ഡോറ് തുറക്കാൻ ശ്രമിച്ചു. വടിയെടുത്ത് അടിച്ചോടിക്കാൻ എല്ലാറ്റിനെ. വേണ്ട. കാറിൻ്റെ ഡോർ തുറന്നതും അയ്യോ സാം, രക്ഷിക്കണേ, ആരെങ്കിലും ഓടി വരണേ. എന്ത് ശക്തിയാണ് ഈ ചെന്നായ്ക്കൾക്ക്! ശ്വാസം മുട്ടുന്നു. പെട്ടെന്ന് ആ വൃദ്ധൻ അവിടേക്കെത്തി. ഇത്ര പെട്ടെന്ന് പണി തുടങ്ങുമെന്ന് ഞാനും കരുതിയില്ല. എന്തെങ്കിലും ചെയ്യൂ പ്ലീസ്. വൃദ്ധൻ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊടിയെടുത്തു. തൽക്കാലം ഇവിടെ ജയം എനിക്കാ. വെളുത്ത പൊടി അയാൾ ചെന്നായ്ക്കൾക്കു നേരെ എറിഞ്ഞു. തീക്കനലേറ്റതുപോലെ ചെന്നായ്ക്കൾ ഞെട്ടി പിറകോട്ട് മാറി. ഹാവൂ, ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം കാറിൽ കയറൂ. ക്ഷമിക്കണം, താങ്കളും ഞങ്ങൾക്കൊപ്പം വരണം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നന്ദി. അതിനിടെ ഇരുണ്ട നിഴൽ രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടത് അവരറിഞ്ഞില്ല. കാറിന് പിന്നിലെ ഇരുണ്ട നിഴലിന് വലിപ്പം കൂടി വന്നു. സാം, എന്തുപറ്റി? എൻജിൻ ഓഫായി, സ്റ്റാർട്ടാകുന്നുമില്ല. നാശം. വൃദ്ധൻ തല പുറത്തേക്കിട്ട് നോക്കി. ഓ, കാറ്റിൽ അഴുകിയ മാംസത്തിൻ്റെ ഗന്ധം. അവൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. സാം, എനിക്ക് ഭയമാകുന്നു. വൃദ്ധൻ തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കിഴി പുറത്തെടുത്തു. പക്ഷേ ശക്തമല്ല. തൽക്കാലം ഇത് സഹായിക്കും. ഒന്ന് വേഗം പ്ലീസ്. വൃദ്ധൻ പുറത്തേക്ക് കൈയിട്ട് കാറിൻ്റെ പുറത്തും പരിസരത്തുമായി ആ പൊടി വിതറി. അടുത്ത നിമിഷം ഹാവൂ, വണ്ടി സ്റ്റാർട്ടായി. വേഗം പോകാം. തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ സഹായത്തിന് നന്ദി. നമുക്ക് ഒരിടം വരെ പോകേണ്ടതുണ്ട്, ഫാം ഹൗസിലേക്ക്. അയ്യോ, ഇനിയും? നിങ്ങൾക്ക് വരാതിരിക്കാം, പക്ഷേ അവൻ്റെ അടിമയായ രക്തരക്ഷസുകളിൽ ഒന്നായി മാറുന്നതിൽ നല്ലത് വരുന്നതല്ലേ? ആ ഫാം ഹൗസിലേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. ഞങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾ തന്നെ വരണം. നിങ്ങളുടെ മുത്തച്ഛനാണ് അതിന് കാരണം. രാത്രിയുടെ ഏതോ യാമത്തിൽ ഫാം ഹൗസിലേക്കുള്ള വഴിയിലേക്ക് കാർ തിരിഞ്ഞു. ഓ, എന്തൊരു കാറ്റാണിത്! കരിയില വന്നും മൂടി ഗ്ലാസ്സിലൂടെയുള്ള കാഴ്ച മറയുന്നു. നാശം. ഇത് നിങ്ങൾക്കുള്ള സ്വാഗത പരിപാടിയാണ്. അകലെ ഫാം ഹൗസ് കണ്ടു തുടങ്ങി. കാർ ഇവിടെ നിർത്തൂ. എന്താ, ഇനി മുന്നോട്ട് പോകണ്ടേ? എന്താ നിർത്താൻ പറഞ്ഞത്? ഇനി സൂര്യൻ ഉദിച്ചിട്ട് മതി യാത്ര. രാത്രി അവിടെ ചെല്ലുന്നത് ആപത്താണ്. ഏത് നേരത്താണാവോ ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യാൻ തോന്നിയത്? പ്രഭാതമായി. എഴുന്നേൽക്കൂ. ഓ, എന്താ? നമുക്ക് ആ ഫാം ഹൗസിലേക്ക് പോകാം. ഓ, ഫാം ഹൗസ്. അവർ ആ ഫാം ഹൗസിലെത്തി. ഇവിടെ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതുപോലെ. രാത്രിയായാൽ അത് കൂടുതൽ വ്യക്തമാവും. വൈകാതെ ജാക്ക് ഫോർമാൻ പുറത്തേക്കെത്തി. ആരാ? എന്താ വേണ്ടത്? താങ്കൾ ലേലത്തിൽ പിടിച്ച ചിത്രം മുൻപ് ഇവരുടേതായിരുന്നു. വെറുതെ അതൊന്ന് കാണാൻ വന്നതാ. ഓ, വരൂ വരൂ. അവർ പ്രഭുവിൻ്റെ ചിത്രത്തിനടുത്തെത്തി. ഞാനിത് നന്നായി സൂക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് മെഴുകുതിരിക്കാൽ വീണതാ. കാര്യങ്ങൾ തുറന്നു പറയാം. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറണം. ഞാനോ? എന്തിന്? അടുത്ത നിമിഷം ചിൽ. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? എൻ്റെ രക്തം ഈ തറയിൽ വീഴരുത്. വൃദ്ധൻ മുറിവിൽ അമർത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്കോടി. ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത്? നമുക്ക് പിന്നാലെ ചെല്ലാം. വൃദ്ധൻ കെട്ടിടത്തിൽ നിന്നകലെ ഒരു മരച്ചുവട്ടിൽ പോയി നിന്നു. ഞാനവൻ്റെ ശത്രുവാണ്. എൻ്റെ രക്തം അവനെ കൂടുതൽ ശക്തനാക്കും. എങ്ങനെയാണ് നിങ്ങൾ അയാളുടെ ശത്രുവാകുന്നത്? പ്രഭുവിൻ്റെ പൈശാചിക ശക്തികൾ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ താങ്കളുടെ അപ്പൂപ്പൻ്റെ സഹായിയായിരുന്നു ഞാൻ. നിങ്ങളുടെ മുത്തച്ഛൻ ഛായാചിത്രവും മെഴുകുതിരിക്കാലുകളും റുമേനിയയിലെ പഴയ കോട്ടയിൽ നിന്ന് സ്വന്തമാക്കിയ കാലം. പൈശാചിക ശക്തികൾ ഇതിൽ ആവേശിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. എങ്കിൽ എന്തിനത് വാങ്ങി? ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമായിരുന്നു. എനിക്കറിയാവുന്ന ഒരു വൈദികനുണ്ട്, പിശാചുക്കളെ അടക്കുന്നതിൽ കേമൻ. അദ്ദേഹത്തെ വിളിക്കണം.
ഉടനെ. വൈകാതെ ആ വൈദികൻ നിങ്ങളുടെ ബംഗ്ലാവിലെത്തി. കർമ്മങ്ങൾ തുടങ്ങി, ഒപ്പം സഹായത്തിന് ഞാനും. വിശുദ്ധീകരിക്കപ്പെട്ട ഈ മുള്ളാണികൾ ഛായാപടത്തിൻ്റെ 4 പാടും തറയ്ക്കണം. ശരി. അദ്ദേഹം തന്ന മുള്ളാണികൾ ഛായാപടത്തിൽ തറച്ചു വെച്ചത് ഞാനായിരുന്നു. പൈശാചിക ശക്തികൾ ഇതോടെ പത്തി മടക്കും. ഇതൊന്നും അറിയാത്ത നിങ്ങൾ ആ ചിത്രം വിറ്റു. അത് വാങ്ങിയവർ അതിലെ മുള്ളാണികൾ ഭംഗി കളയുമെന്ന് കരുതി പറിച്ചു മാറ്റുകയും ചെയ്തു. അതോടെ അവൻ കരുത്തനായി, പ്രതികാരദാഹിയായി. അയ്യോ, എന്താണ് ഇനി ചെയ്യുക? അസ്തമയം വരെ സമയമുണ്ട്. ഇരുട്ടിയാൽ മാത്രമേ അവന് ശക്തി വയ്ക്കൂ. ആരോ ഇങ്ങോട്ട് വരുന്നല്ലോ. ആ ദേശത്തെ പള്ളിയിലെ വൈദികനും സുഹൃത്തുമായിരുന്നു അത്. അച്ഛൻ വന്ന സമയം കൊള്ളാം. അറിയാം, നാം ഒരു അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ട സമയമായി. ഒന്നുകിൽ നമ്മൾ, അല്ലെങ്കിൽ ആ ചെകുത്താൻ. നമ്മുടെ കണ്ടുമുട്ടൽ അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ പകൽ പക്ഷേ അവന് പരിമിതികളുണ്ട്. നിസ്സാരമായി തള്ളേണ്ട. എൻ്റെ ഈ കണ്ണ് കണ്ടില്ലേ? ഇതവൻ്റെ പ്രതികാരത്തിൻ്റെ അടയാളമാണ്. എന്താണുണ്ടായത്? അവനെ തളയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ചിത്രത്തിൽ മുള്ളാണികൾ തറച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ? അതെ. ചോരയിട്ട് വീഴുന്ന പല്ലുകളുമായി ഒരു വവ്വാൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്താണത്? കുന്തമ്മന പോലെ വവ്വാൽ എനിക്ക് നേരെ നീണ്ടുവന്നു. ഓഹ്, രക്ഷിക്കണേ! പുരോഹിതൻ കത്തുന്ന മെഴുകുതിരിയുമായി വവ്വാലിൻ്റെ അടുത്തേക്ക് ചെന്നു. കരിച്ചു കളയും ഞാൻ. അന്ന് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഹോ, അന്ന് പിശാചിനെ അടക്കാൻ വന്ന വൈദികൻ്റെ പേര് ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? ഫാദർ റിഗോർ ബാറ്റൺ. ഓ, ആ അച്ഛനോ? എനിക്കറിയാം. അദ്ദേഹം അവസാനം കഴിഞ്ഞ സ്ഥലം. എങ്കിൽ ഉടൻ നമുക്കവിടെ ചെന്നേ പറ്റൂ. അവരുടെ കാർ ഗേറ്റ് കടന്നുപോയി, പുതിയ ദൗത്യവുമായി.